ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറച്ച് കൂട്ടുകാർ എൻ്റെ മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്. അത് പ്രകാരം ഞാനിതൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് പേരാണെങ്കിലും ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നെനിക്ക് ക്ലാസ്സിലൊരു ദിവസമായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായില്ല. രാവിലെ എഴുന്നേറ്റ് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ടൗണിലോട്ടൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഒന്ന് വീട് ക്ലീൻ ചെയ്തിടുന്നത്. കുറച്ച് നാളായിട്ട് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഞാൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കാറുണ്ട്. ഒരു 5 മണിയാകുമ്പോഴേക്കും എഴുന്നേൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 8 മണിക്കുള്ളിൽ ഞങ്ങൾ എല്ലാ പണികളും കഴിയും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി. കിച്ചണിലെ പരിപാടികളൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ കിച്ചണിലെ പരിപാടികൾ നോക്കുന്നുണ്ട്. എന്നോട് പെട്ടെന്ന് തന്നെ അകം ഒന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട് പറഞ്ഞു കേട്ടോ. ആരെങ്കിലും വിരുന്നങ്ങാനം വന്നാലൊന്ന് കരുതിയിട്ട്. അപ്പോൾ ഇന്ന് അച്ഛന് പണിയുണ്ടായില്ല, അതുകൊണ്ട് അച്ഛനും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 വീക്ക് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ അടിയിലായിട്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ബാഡ് കമൻറ്റ്സ് അല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇതുപോലെ നിങ്ങൾ ഇനിയും കമൻറ്റ് ഇടണം. പ്രോത്സാഹനം ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ലല്ലോ. അപ്പോൾ ഇനിയും കമൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കൂടിയാവും. ഓണത്തിന് വീട് ക്ലീൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിലായിട്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അലർജിയുടെ പ്രശ്നം വരണ്ട, മൂക്ക് കവർ ചെയ്തിട്ട് എനിക്ക് ക്ലീൻ ചെയ്തോളാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണല്ലോ ആ ഒരു കമൻറ്റ് എന്ന് പറയുന്നത്. അതപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പം ഞാനിത് ഈ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ഞാനിത് കുറേ എപ്പോൾ സെറ്റ് ചെയ്ത് വെക്കും. എൻ്റെ ചെറിയ മോളുണ്ടല്ലോ, അവളത് പിടിച്ച് കയറിയിട്ട് അത് ആദ്യം പൊട്ടിച്ചിടും കേട്ടോ. അതായത് നമ്മൾ ആൻലിക്കുട്ടി രാവിലെ എഴുന്നേറ്റ് TV-യുടെ മുന്നിലിരുന്നിട്ടുണ്ട്, ചായയൊക്കെ കുടിച്ചിട്ടിരുന്നതാണ്. അപ്പോൾ അവൾ 2 ദിവസമായിട്ട് തല കുളിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ജലദോഷമൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് അവളെ മുടി ഞാനൊന്ന് ചീകി കെട്ടാനായിട്ട് പോവാണ്. ബാക്ക് സൈഡിൽ ക്യാമറ വെച്ച് അമ്മ കണ്ടിട്ടുണ്ടായില്ല. അമ്മ കറക്റ്റ് കവർ ചെയ്ത് നിന്നിട്ടുണ്ട് കേട്ടോ. ആൻലിക്കുട്ടിയുടെ തലയിൽ കുറച്ച് പോലും വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ അവളെ മുടി വല്ലാതൊരു വൃത്തികേടായിട്ട് കിടക്കും കേട്ടോ, പൊങ്ങിക്കിടക്കും. അപ്പോൾ 2 ദിവസമായിട്ട് കുളിക്കാതെ കൊണ്ട് തന്നെ മുടി വല്ലാണ്ട് വൃത്തികേടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കെട്ടി വെക്കുകയാണ്. അപ്പോൾ എൻ്റെ മുടിയല്ല അവൾക്ക് കെട്ടിയിട്ടുണ്ടായത് കേട്ടോ. അവൾക്ക് എൻ്റെ അച്ഛൻ്റെയോ എൻ്റെ ചേച്ചിയിട്ടുള്ള ഇതുപോലത്തെ ഒരു മുടിയാണ് കേട്ടോ, പൊങ്ങി നിൽക്കുന്ന മുടിയാണ്. അവൾക്ക് അതുപോലത്തെ ഒരു മുടിയാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചില്ലേ പോലും അത് വൃത്തികേടായിട്ട് കിടക്കും കേട്ടോ. രാവിലെ പണികളൊക്കെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ 2 പേരെ എടുത്തിട്ട് 2 പേരെയും കുളിപ്പിക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് കാലുമുഖം കഴുകി നല്ല പൗഡറൊക്കെ ഇട്ട് സുന്ദരി കുട്ടികളാക്കിയിട്ട് നിർത്താറുണ്ട് കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. 2 പേരെയും കുളിപ്പിക്കും കേട്ടോ. അകം ക്ലീൻ ചെയ്തതിൻ്റെ ഇടയിലാണ് ഞാനിത് ആൻറ്റിയുടെ കുട്ടിയുടെ മുടിയൊന്ന് കെട്ടിക്കൊടുക്കാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കശ്മിക്കുട്ടി എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവൾ നല്ല ഉറക്കമാണ്. എഴുന്നേൽക്കുന്നതിനിടയിൽ എനിക്ക് കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. നമ്മളമ്മമാർക്ക് ഇതൊരു ശീലമാണല്ലോ, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 100 കാര്യങ്ങൾ അതിൻ്റെ ഇടയിലോട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് കേട്ടോ. ആൻലിക്കുട്ടിയുടെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കൗൺസിലിങ്ങിന് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. ഒരു ജോബ് വേക്കൻസി ഉണ്ട്, 16 മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത്, സാലറി ഇല്ല. അതുപോലെ നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റ് തരും. അത് പ്രകാരമാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് കേട്ടോ. പെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, റിട്ടയർഡ് ആവാനും പറ്റില്ല. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. ലീവ് ചോദിക്കാനേ പാടില്ല. നമ്മളിപ്പോൾ എന്ത് അസുഖം വന്നാലും ഡ്യൂട്ടി എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അവിടെ ഇരുന്നവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ആരും ഒന്നും സംസാരിച്ചില്ല, അതിനെപ്പറ്റി ആരും പറഞ്ഞില്ല, താല്പര്യം ഉണ്ടെന്നും പറഞ്ഞില്ല, അതുപോലെ എന്താണെന്നും ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ സാറ് തന്നെ പറഞ്ഞു ഹൗസ് വൈഫ് എന്നുള്ള വേക്കൻസിയാണ് ഉള്ളത്, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോയെന്ന്. എല്ലാവരെയും വളർത്തി വലുതാക്കിയത് ഇതേ രീതിയിലാണെങ്കിലും നമ്മൾ അനുഭവിക്കുമ്പോഴല്ലേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. എനിക്കിപ്പോൾ ഒരേ പ്രായക്കാരായതുകൊണ്ട് തന്നെ 2 മക്കളെയും നോക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ 2 പേരും ഒരുപോലത്തെ ആൾക്കാരായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാനിപ്പോൾ രാവിലെ സ്കൂളിലോട്ട് പോകേണ്ട ദിവസമാണെങ്കിൽ ഞാനും അമ്മയും 5 മണിക്ക് എഴുന്നേക്കും കേട്ടോ. 5 മണിക്ക് എഴുന്നേറ്റ് പിന്നെ ഒരു 7 മണി വരെ വീട്ടിൽ തിരക്കന്നെ ആയിരിക്കും. 7 മണിയായി കഴിഞ്ഞ് ഞാൻ മോളെ എഴുന്നേൽപ്പിച്ച് അവളെ ബ്രഷ് ചെയ്ത് അവളെ റെഡിയാക്കി അവളെയും കൊണ്ട് ടൗണിൽ പോയി ബസ്സിലാണ് ഞങ്ങൾ പോവാറ്. അപ്പോൾ അച്ഛനാണ് കൊണ്ടുവിടുക കേട്ടോ.
അവിടുന്ന് ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ട് ഞാൻ അവിടുന്ന് നടന്ന് ക്ലാസ്സിൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ ക്ലാസ്സിന് പോയി. അവിടുന്ന് 12 മണിക്ക് ഇറങ്ങും. 12 മണിക്ക് ഇറങ്ങി പിന്നെ അവളെ കൊണ്ടുവരാനായിട്ട് പോകണം. അവളെ കൂട്ടാനായിട്ട് പോയി. അവിടുന്ന് അവളെയും എടുത്ത് ചില സമയത്ത് വണ്ടി കിട്ടും, ചില സമയത്ത് വണ്ടി കിട്ടില്ല. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അവിടുന്ന് ടൗണിലോട്ട്. കറക്റ്റ് പറഞ്ഞാൽ നിലം തൊടാതെയുള്ള ഓട്ടപ്പാച്ചിലാണ്. അവളെ കൊണ്ടുവിടേണ്ട ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ശരിക്കും എന്തെങ്കിലും കോഴ്സിന് ചേരാന്നുള്ള ഇതിലാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സിന് ചേർന്നിട്ടുണ്ടായി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫീൽഡാണ് ഈ ബ്യൂട്ടീഷ്യൻ്റെ എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഫീൽഡാണ് ഞാൻ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ ഞാനിപ്പം നിർത്തിയിട്ടുണ്ടാകും. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു ഫീൽഡ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ്. ഇതിൽ എനിക്കൊരു വിജയം കണ്ടെത്താൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. 2 ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. വീടിൻ്റെ അടുത്തായിട്ടൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പോക്കും വരുത്തുമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ കുറച്ച് തുണികളൊക്കെ പെറുക്കിയെടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിതാ കുറച്ച് ഡ്രസ്സിൻ്റെ ടോപ്പിൻ്റെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. ഇപ്പം ഞാൻ തന്നെ കുറച്ച് നാളായിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാറ്. വെറുതെ പുറത്തടിക്കാൻ കൊടുത്ത് പൈസ കളയണ്ടെന്ന് കരുതി ഇപ്പോൾ ഒരു വകയൊക്കെ ഞാൻ തന്നെയാണ് അടിച്ചിടാറ് കേട്ടോ. ചെറിയ 2 മക്കളായതുകൊണ്ട് തന്നെ ഒന്നിനും ഇപ്പം സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയാവും. ഇപ്പം എനിക്ക് ഒരാളെ സഹായം ഇല്ലാണ്ട് പുറത്തേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മക്കളെ 2പേരും കുറച്ച് വലുതായാൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം അവധി കിട്ടിയ എൻ്റെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. ഉള്ള തുണികളൊക്കെ മടക്കി വെക്കാനായിട്ട് തന്നെ ഒരുപാട് തുണികളുണ്ടാകും കേട്ടോ. ഷെൽഫിൽ വെക്കുന്ന തുണികൾ നീറ്റായിട്ട് കിടക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതാകുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ട വന്നാൽ തന്നെ പെട്ടെന്ന് എടുത്തിട്ട് പോകാനും എളുപ്പമുണ്ടാവും. എൻ്റെ തുണികൾ അടുക്കിച്ചിട്ടെങ്കിലും വെച്ചിട്ട് കണ്ടാൽ ചേച്ചി എന്നോട് പറയാറുണ്ട്, എങ്ങനെ നീ ഇത്ര നല്ല നീറ്റായിട്ട് വെക്കുന്നതെന്ന്. എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് ഷോപ്പിലൊക്കെ വെക്കുന്നത് പോലെ നമ്മൾ ചുരിദാറൊക്കെ സെറ്റായിട്ട് നല്ല നീറ്റായിട്ട് വെക്കില്ലേ. അതാകുമ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സ് തപ്പി നടക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ചില സമയത്ത് കുറച്ച് തുണികൾ മാത്രമേ മടക്കാനുണ്ടാകും കേട്ടോ. അപ്പോൾ കരുതും നാളെ മടക്കാന്ന്. പിന്നെ അത് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെയെങ്കിലും മടക്കി കഴിഞ്ഞാൽ മതി എന്നാവും. ചില സമയത്ത് എനിക്ക് തുണി മടക്കി വെക്കുന്ന കാര്യത്തിൽ മടി വരും കേട്ടോ. ആ സമയത്ത് ഞാൻ അമ്മേനെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ഏൽപ്പിക്കുക. കിട്ടുന്ന കഷ്ണങ്ങൾ തുണികളൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇതുപോലെ ഒരുപാട് തുണികളുണ്ട് കേട്ടോ. ഡ്രസ്സ് അടിക്കാനായിട്ട് എടുത്ത് വെക്കുന്നതാണ്. എല്ലാം കളയാതെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം സമയം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങണം. ഇത് ഞാൻ ആൻലിക്കും കശ്മിക്കും ഒരുപോലെ പാവാടയും ബ്ലൗസും അടിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് കാണാനായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. 2 മക്കൾക്ക് ഒരുപോലത്തെ അടിക്കാമെന്ന് കരുതി. പട്ടുപാവടയൊക്കെ ഒരുപോലെ ഇട്ടിട്ട് പോകുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. എനിക്ക് പെൺകുട്ടികൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഒരു ആൺകുട്ടി വേണമെന്നുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ പെൺകുട്ടിയായാലും ആൺകുട്ടികളായൊക്കെ കണക്ക് തന്നെയാണ്. മക്കൾ ദൈവം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മക്കളായത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതാണ്. അവൾ എന്തെങ്കിലും കുരുത്തക്കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ വഴക്ക് വരുന്ന സമയത്ത് അമ്മ പറയാറുണ്ട്, എത്ര കഷ്ടപ്പെട്ട് കിട്ടിയ മോളാണെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ തുണി മടക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓരോ സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ബെഡ്ഷീറ്റ് വിരിക്കലാണ്. വീട് ക്ലീൻ ചെയ്തിട്ടാനുള്ള സമയമില്ലേ നമുക്ക് ഇതുപോലെ ഒന്ന് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാൽ തന്നെ നമ്മുടെ റൂം വൃത്തിയായിട്ട് കിടന്നോളൂ. പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ബെഡ്ഷീറ്റ് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടാൽ മതി. നമ്മളെ റൂം പെട്ടെന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. തട്ടിക്കൂട്ട് പരിപാടി എന്നൊക്കെ പറയില്ലേ, ഏകദേശം അതായിട്ട് വരും കേട്ടോ. നമ്മൾ റൂം നല്ല നീറ്റാക്കി കിടന്നാലും ബെഡ്ഷീറ്റ് നന്നായിട്ട് വിരിച്ചിട്ടില്ലെങ്കിൽ റൂം അലങ്കോലായിട്ട് തന്നെ നമുക്ക് തോന്നും. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലി എന്ന് പറയുന്നത് ക്ലീനിങ് തന്നെയാണ് കേട്ടോ. എല്ലാം നീറ്റായിട്ട് എടുത്ത് വെക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉണ്ടാവണം. ഞാനും അമ്മയും അധികം അടിപിടി കൂടുന്നത് ഈ ഒരു കാര്യത്തിനാണ് കേട്ടോ. ഞാൻ എന്തായാലും നല്ല നീറ്റായിട്ട് സെറ്റാക്കി കൊടുക്കും കേട്ടോ. അമ്മയത് തിരക്കിനിടയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് വിരിച്ചിടൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബെഡ്ഷീറ്റ് വിരിച്ചപ്പോൾ തന്നെ ആ റൂമിലുള്ള വൃത്തിയോട് മാറിക്കിട്ടിയിട്ടുണ്ട്. മക്കളുടെ ഡ്രസ്സൊക്കെ എനിക്കൊന്ന് കൃത്യമായിട്ട് എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ ഓരോ തവണ പുറത്തേക്ക് പോകുന്ന സമയത്തും ഓരോ ഡ്രസ്സ് വിരിച്ച് ഇപ്പോൾ മൊത്തം കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നീറ്റായിട്ട് എടുത്ത് വെക്കും. അപ്പോൾ ഞാനിത് മക്കളെ ഷെൽഫിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. മൊത്തം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഓരോന്നായിട്ട് മടക്കി സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഷെൽഫിലുള്ള തുണികളൊക്കെ നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഓരോ കളിയിലെ തുണികളും മൊത്തമായിട്ട് പുറത്തേക്ക് എടുത്തിട്ടതിന് ശേഷം നമ്മൾ മടക്കി വെക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് പണി തീരും. എനിക്കൊരു ദിവസം ലീവ് കിട്ടിയതുകൊണ്ട് തന്നെ അമ്മക്ക് പുറത്തുള്ള ഒരുപാട് ജോലികളുണ്ടായിരുന്നു.
ചെത്തിക്കുരുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ചെടിയൊക്കെ അമ്മ നീറ്റായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ തുണികളൊക്കെ മടക്കി വെക്കാനായിട്ട് അകത്തേക്ക് കയറി കേട്ടോ. അമ്മ തിരക്കിലായതുകൊണ്ട് ഞാൻ കശ്മീർക്കുട്ടിനെ അകത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കേണ്ട പണി ഇന്ന് മൊത്തം ചെയ്താലും തീരില്ല. അപ്പോൾ ഇത് ഒരു പുരികം വരച്ചിട്ടാണ് ആളിരിക്കുന്നത് കേട്ടോ. അവൾ നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് ഞാനിത് ജസ്റ്റ് ഒന്ന് പുരികം വരയാൻ ട്രൈ ചെയ്തതാണ്. അപ്പോഴേക്കും അവൾ എഴുന്നേറ്റിട്ടുണ്ട്. അവൾ കുറച്ച് നേരം കളിച്ചത് എൻ്റെ മേത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് മൊത്തം ചെയ്താലും തീരില്ല എന്ന്. ഇന്ന് ആൻലിക്കുട്ടിയുടെ നല്ല മൂഡായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. ചില സമയത്ത് അവൾക്ക് വല്ലാതൊരു മൂഡാണ്. ആ സമയത്ത് അവൾ എന്നെ വന്ന് അലമ്പാക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. ചെറിയ കാര്യത്തിന് പോലും വല്ലാണ്ട് അങ്ങ് വാശി പിടിച്ച് കരയും. എന്തിനാ വാശി പിടിക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയണ്ടാവില്ല. അപ്പം നല്ല രീതിയിൽ വഴക്കൊക്കെ പറഞ്ഞ ദിവസമാണെങ്കിൽ എനിക്ക് അന്ന് രാത്രി ഉറക്കം കിട്ടില്ല കേട്ടോ. അന്ന് മൊത്തം എനിക്ക് വല്ലാത്തൊരു വിഷമമായിരിക്കും. പിന്നെ അതെൻ്റെ ചേച്ചീനോടോ ആരോടെങ്കിലും വിളിച്ചൊന്ന് ഷെയർ ചെയ്താൽ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടാവുക. അപ്പോൾ നമ്മളെ കശ്മീർക്കുട്ടിയെ ഞാൻ മൈൻഡ് ആക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവൾ ഇത് എൻ്റെ മേത്തോട്ട് കയറുന്നുണ്ട്. അവൾ നല്ല കരച്ചിലും തുടങ്ങുന്നുണ്ട് കേട്ടോ. അവളുടെ മൈൻഡിൽ നിന്ന് സെറ്റാക്കാനായിട്ട് ഞാനിതൊരു 5 മിനിറ്റ് അവളിൽ നിന്ന് തലവലിക്കുന്നുണ്ട്. അവൾക്ക് എന്നോട് ഇത് ഇതുപോലെ ഒന്ന് കളിക്കണം. എൻ്റെ തുണി മടക്കി വെക്കൽ എന്തായാലും ഇപ്പോൾ ഗെയിം പോലെ ആയിട്ടുണ്ട്. ഞാൻ മടക്കി വെക്കുമ്പോൾ അവളത് വിളിച്ചിടുന്നുണ്ട്. ഞാനിതൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൾ മേളിലോട്ടേക്കാണ് കേട്ടോ നോക്കുന്നത്. ക്യാമറ അവൾ കാണുന്നില്ല. ഒരുപാട് സമയം കാലുകൊണ്ടും കൈകൊണ്ടും ആക്ഷൻ കാണിച്ചത് അവൾ അവസാനം ക്യാമറ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉള്ള കാര്യത്തിൽ എനിക്ക് ഏറ്റവും പേടി എല്ലായിടത്തും വായിലോട്ട് ഇടും കേട്ടോ. അപ്പോൾ ആൻലിക്കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവൾ നേരെ അത് വായിലോട്ടിടും. അതാണ് എനിക്ക് ആകെ ടെൻഷനുള്ള കാര്യം. ഞാനിനി ക്ലാസ്സിന് പോയാലും ഇടയ്ക്ക് അമ്മേനെ വിളിച്ച് ഓർമ്മിപ്പിക്കുക ചെയ്യുക. മേലോട്ടേക്ക് കയറുന്നത് നോക്കണം, അതുപോലെ വായിലെന്തെങ്കിലും എടുത്തിരുന്നത് നോക്കണം എന്ന്. അമ്മ എന്നെക്കാളും നോക്കുന്ന പറഞ്ഞാൽ എനിക്കൊരു സമാധാനക്കേട് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി നിങ്ങളെ ഇഷ്ടം അറിയിക്കാനും വിട്ടുപോകണ്ട കേട്ടോ. മോശം കമൻ്റ് അല്ല, നല്ല നല്ല കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും ഒന്ന് അറിയിക്കണം കമൻറ്റ് വഴി. എന്നാൽ എനിക്ക് അടുത്ത വീഡിയോസ് ഇടുന്ന സമയത്ത് അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് കരുതിയിട്ട് എടുത്തതല്ല കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എടുത്തതാണ്. ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസവും കൂടി ആയതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ടെന്ന് കരുതിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ, സീ യു.